പ്രദീപ് ഇടുക്കിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പ്രദീപ്. ഹലോ. ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടുത്തെ അമ്പലത്തിൽ വെളിച്ചപ്പാട് CPI-യുടെ. വെളിച്ചപ്പാട് കമ്മ്യൂണിസ്റ്റുകാരനാണോ? വെളിച്ചപ്പാട് CPI-യുടെ വലിയ ആളെ പുള്ളി അമ്പലത്തിൽ നിന്ന് പോലെ. പക്ഷെ അവിടുത്തെ അമ്പലത്തിലെ അയ്യപ്പന്റെ അമ്പലത്തിലെ ഉത്സവത്തിന് വെളിച്ചപ്പാടുമില്ല. മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റവും കൂടുതൽ വൈകുന്നേരം പതിവ് ഞാൻ കണ്ടിട്ടുണ്ടെന്നേ ജോലിസുമാരുടെ അടുത്തും അമ്പലത്തിൽ പോണ പതി അത് ഇവര് അങ്ങനെ പോരെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകളെ അധിക്ഷേപിക്കാൻ പറയല്ലേ. വെളിച്ചപ്പാടിന് പാർട്ടി അംഗത്വം ഉണ്ടോ? പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തോ? പാർട്ടി അംഗത്വം ഉണ്ടോന്നോ? പക്ഷേ പുള്ളി നമ്മളെ എല്ലാവരും കുറ്റം പറഞ്ഞ പുള്ളി നമ്മളെ കൊല്ലാൻ വേണ്ടി വരും. അത്ര പാർട്ടി അരച്ച് കുടിച്ച് കലക്കി കുടിച്ച പാർട്ടിയാ. പുള്ളി വെളിച്ചപ്പാട് അമ്പലത്തില് എന്റെ വീട് തൊട്ടടുത്തല്ല. നമ്മള് ചെറിയ ബന്ധുക്കാരൻ പുള്ളി ചേട്ടന് മാവോയിസ്റ്റും കൂടെ ആയിരുന്നു, അറിയോ? അപ്പൊ ഒരേ സമയം വെളിച്ചപ്പാടും മാവോയിസ്റ്റും കമ്മ്യൂണിസ്റ്റ് ആശയധാരിയും ചേട്ടന് മാവോയിസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ എന്താ വെളിച്ചപ്പാട്? അപ്പൊ ഈ ചുവന്ന ഡ്രസ്സൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ഇദ്ദേഹം വെളിച്ചപ്പാടായത്? അതായത് ഇദ്ദേഹത്തിന് പുള്ളിയുടെ മാന. അതെയോ? പുള്ളി CPI-യുടെ വലിയ ആളവിടെ. നമ്മുടെ ഇവിടെ പ്രസംഗിക്കണൊക്കെ പുള്ളിയാവും എല്ലാത്തിലും. പിന്നെ അനൗൺസ്മെന്റ് എല്ലാ കാര്യത്തിലും അമ്പലത്തിൽ നിന്ന് പോലും. പക്ഷെ വെളിച്ചപ്പാട് സമയത്ത് പുള്ളിയോടെ പാഞ്ഞെത്തും ആളൊക്കെ പിടിക്കും. ഞാൻ അമ്പലത്തിൽ കുമ്പാടുന്ന പുള്ളിയെ ഫ്രണ്ടിൽ തൂങ്ങുന്നത് മാത്രല്ല. ഇവര് വൈകുന്നേരം പതുങ്ങി ജോലിസിന്റെ അടുത്ത് പോകുന്നേ. ഇവര് വാചകമൊക്കെ അടിക്കും. ഇവര് വൈകുന്നേരം പയ്യെ പോവുകയും ചെയ്യും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എനിക്കറിയില്ല. ഓക്കെ. അപ്പൊ ദീപ കോട്ടയത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ദീപ, ഹലോ. എന്താണ് ഈ കോട്ടയം ജില്ലയിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെയൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നു? കോട്ടയം ജില്ലയുടെ തന്നെയല്ലേ നമ്മൾ ഈ പറയുന്നവരെല്ലാം ഒരു വിശ്വാസികളാ. ഇപ്പൊ എന്റെ അനുഭവം തന്നെ ഞാൻ പറയാം. ഇപ്പം എന്റെ ഹസ്ബൻഡിന് മേലെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോരുത്തരെ കൊണ്ട് കാണിക്കുമ്പോ അവര് പറയും ഒരു പൂജ നടത്ത്, അത് സർപ്പദോഷമാണ്. നമ്മൾ അതിനങ്ങ് വീണ് പോകുന്ന. അതെ. അപ്പൊ എന്തെങ്കിലും ആകട്ടെ, മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് ചെന്ന് അങ്ങനെ ഞങ്ങള് തൊടുപുഴയോ അങ്ങാണ്ട് ഒരു സ്ഥലത്ത് ഈരാറ്റുപേട്ട കവർ ചെയ്തൊരു സ്ഥലത്ത് ചെന്നു. അയാളൊരു വൈദ്യനാണ്. ആ വൈദ്യന്റെ അടുക്ക ചെന്നപ്പോ അയാൾ പറഞ്ഞു വണ്ണപ്പുറത്തുള്ളൊരു മനോജ് ഉണ്ട്, പുള്ളി വീട്ടിൽ വന്ന് നിങ്ങളുടെ അവിടെ കുഴിച്ചിട്ടിരിക്കുന്ന തകിടെടുത്തു തരും. പുള്ളിയെ ഭയങ്കര ബിസിമാനാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളത് കേട്ട് ഞങ്ങളോട് പറഞ്ഞു മണിക്കൂറാണ് അയാൾക്ക് പൈസയാണ്, നിങ്ങൾ വിളിക്കാതിരിക്കല്ലേ, നിങ്ങളുടെ ആ രോഗം മാറി കിട്ടുമെന്ന് പറയും. ഞങ്ങളത് കേട്ടു. പുള്ളിയെ വിളിച്ചു. പുള്ളി നിമിഷ നേരം കൊണ്ട് പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞേച്ച് പുള്ളി ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് 4 വശം ആ ഫ്രണ്ട് ഭാഗത്തുനിന്ന് തന്നെ 4 ഭാഗത്തുനിന്ന് കുഴിച്ച് നല്ല പുതിയ തകിടെടുത്ത് പുള്ളി ഒരു ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ടേച്ച് പുള്ളി നമ്മളെ കാണിക്കുന്നില്ല. മണ്ണ് വാരി ബക്കലിലിട്ടു, ചുണ്ണാമ്പിട്ടു, അതിൻ്റെ ഇത് പൊടികൾ പിന്നെ എന്തോ വെള്ളം എല്ലാം ഒഴിച്ച് മഞ്ഞപ്പൊടി എല്ലാം ഇട്ട് നല്ല റെഡ് കളറിൽ പുള്ളി എന്നിട്ട് അതിൻ്റെ അകത്ത് കൈ ഇട്ട് ഇളക്കി കഴിഞ്ഞ് പുള്ളി ഒരു പാത്രത്തിലേക്ക് അത് കുടങ്ങിച്ച് പറഞ്ഞ് അതിൻ്റെ അകത്തുനിന്ന് സാധനം എടുത്തോളാൻ പറഞ്ഞു. നോക്കുമ്പോൾ നല്ല പുതിയ 3-4 തകിട്. 5000 രൂപയും പോയി. അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാ വിശ്വാസവും പോയി. അപ്പൊ ഈ അസുഖം മാറിയോ? എന്നിട്ട് അസുഖം മാറിയില്ല. അസുഖം ഇപ്പോഴും ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോ അമ്പലത്തിൽ പോവും, നമ്മളെ ഏറ്റുമാനൂരൊക്കെ പോവും, നമ്മൾ നേർച്ചയിടും. അല്ലാതെ ഞങ്ങൾ ഒരു പരിപാടി നടത്താം. ഞങ്ങൾക്ക് ആ വിശ്വാസം പോയി. ഇപ്പൊ മനുഷ്യൻ ചെന്ന് ചാടുന്ന അത് സ്വാഭാവികം. പുള്ളി ഒരു ആമാടപ്പെട്ടി പോലെ ഒരു ചെല്ലം പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിന്റെ അടിയിൽ പുള്ളി പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അറിയാം. നമ്മൾ ഒരു വ്യക്തി ഒരു സാധനം ഒരു ചീത്ത വെള്ളത്തിൽ ഒരു നല്ലൊരു തിരുമേനിമാരും ചീത്ത വെള്ളത്തിൽ കൊണ്ട് കൈയിടത്തില്ല. ഈ പുള്ളി ആ വെള്ളത്തിൽ കൈയിട്ട് ഇളക്കിയപ്പോ നമ്മൾ കൈയിൽ നിന്ന് ഒരു സാധനം പോകുമ്പോൾ നമുക്ക് കാണാലോ, നമ്മുടെ ആ കൈയുടെ ആ ഞരമ്പ് ഇങ്ങനെ പിടയ്ക്കുന്ന പോലെ നമുക്ക് കാണാലോ. പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഇട്ടു. പുള്ളി കൈയിട്ട് ഇളക്കിച്ച് പറഞ്ഞു, അത് കാമത്തി വെച്ച് പറഞ്ഞു, അതിൻ്റെ അകത്ത് നിർത്തോളാൻ പറഞ്ഞു. പക്ഷെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു തകിട് ഏകലം പുതിയതുപോലെ ഇരിക്കത്തില്ല. നല്ല വെള്ളിയുടെ നല്ല നീളത്തിലെ നല്ല തകിട്. അത് അധികം ആഴം കുഴിച്ചുമില്ല. ഈ മാജിക്കിന് 5000 രൂപയും കൊടുക്കേണ്ടി വന്നല്ലേ? 5000 രൂപ പോയി. അതോടുകൂടി ഞങ്ങൾക്ക് ഒറ്റ മണിക്കൂർ എടുത്തില്ല, ഒരു 1/2 മണിക്കൂർ. അപ്പൊ ശ്രീമതി ദീപ വീട്ടമ്മയാണോ? അതെ. അപ്പൊ ഭർത്താവ് എന്ത് ജോലിയായിരുന്നു ചെയ്തിരുന്നത് നേരത്തെ? പുള്ളി ഈ സ്റ്റെയിൻ ഗ്ലാസ് വർക്ക്, ഈ പള്ളികളിലൊക്കെ രൂപങ്ങളൊക്കെ ഗ്ലാസ്സിൽ തന്നെ വെട്ടിയെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അതിന്റെ ആ അൾത്താരക്കകത്തൊക്കെ രൂപങ്ങളൊക്കെ വെക്കുന്ന. അപ്പൊ കണ്ണിനാണ് കംപ്ലൈന്റ് വന്നത്. ആ കണ്ണിന് വന്നപ്പോ എല്ലാരും പറഞ്ഞു അത് സർപ്പദോഷമാണ്. എവിടെ കൊണ്ട് കാണിച്ചിട്ടും പറഞ്ഞു സർപ്പദോഷമാണ്, നിങ്ങൾ ഇന്നൊക്കെ പൂജ ചെയ്താൽ മതി, നിങ്ങളുടെ കംപ്ലീറ്റ് അസുഖം മാറും. 10-18 ലക്ഷം രൂപ നമ്മൾ മുടക്കി അമൃതയിൽ ഹോസ്പിറ്റലിൽ. ഇപ്പോഴും മുടക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ രോഗത്തിനൊരു ശമനം ഇല്ല. അപ്പൊ 5000 രൂപ കൊള്ളാം. ശരി. അപ്പൊ വളരെ രസകരമായ അനുഭവങ്ങളാണ്. സ്വന്തമായിട്ട് ഓരോരുത്തർക്ക് അനുഭവം വരുമെന്നാ. എല്ലാരും ഈ വാർത്ത വരുമ്പോ എല്ലാരും നിരീശ്വരവാദിയാ. പക്ഷെ എല്ലാരും ഉള്ളിന്റെ ഉള്ളിൽ എല്ലാരും ഈ ഒരു ഇതിലേക്ക് പോകുന്നവരാ.
ശരി ശരി, ഓക്കെ, കോമഡി, ഓക്കെ.